Listen, all of you listen here. At what point does the graph of the polynomial x square minus 2x minus 1 cross the x-axis എന്നാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോളിനോമിയൽ അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒന്ന് എടുത്തെഴുത്. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഇനി നിങ്ങൾ ഇത് സോൾവ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് ഇത് സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് മെത്തേഡും യൂസ് ചെയ്യാം. ഞാനിവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഈ എക്സ് സ്ക്വയർ ഇല്ലേ, അതിന്റെ കൂടെ ഒരാളും കൂടെ അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന്റെ ഒപ്പമുള്ള ആള് 1 ആയിരിക്കും. സോ എ എന്ന് പറഞ്ഞ 1. മനസ്സിലായോ? വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആള്. വാട്ട് ഈസ് ബി? മൈനസ് 2. ഈസ് ഇറ്റ് ക്ലിയർ? വാട്ട് ഈസ് സി? മൈനസ് 1. എനി ഡൗട്ട്? ഒപ്പം ചെയ്തോളൂ കേട്ടോ, ഒപ്പം ചെയ്തോളൂ, മാറ്റി വെക്കില്ല, ഒപ്പം ചെയ്തോളൂ. വാട്ട് ഈസ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. ഒന്ന് പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈക്വൽ ടു മൈനസ് അതുപോലെ എഴുതി. വാട്ട് ഈസ് ബി? ബി എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? -2. അടുത്ത സ്റ്റെപ്പിൽ ആ 2 മൈനസ് കൂടി പ്ലസ് ആവുണ്ടോ? ഓക്കെ അല്ലേ? പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഇടണം, മൈനസ് ഇടണം. ക്ലിയർ ആണോ? റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ -2 ആണ്. -2ന്റെ സ്ക്വയർ എന്താ? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. എങ്ങനെ 4 കിട്ടിയെന്ന് മനസ്സിലായോ? ബി എന്ന് പറഞ്ഞാൽ -2 ആ. -2ന്റെ സ്ക്വയർ എന്താ? -2ന്റെ സ്ക്വയർ എന്താ? -2ന്റെ സ്ക്വയർ ഇങ്ങനെയാണ് കിട്ടുക. -2 ഇൻറ്റു -2 അല്ലെ? മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്ത എപ്പോഴും ആൻസർ പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് 4 കിട്ടിയത്. ക്ലിയർ ആണോ? മൈനസ് ഈ 4 അതുപോലെ എഴുതുക ഇൻറ്റു എ. എന്താണ് എ എന്നുള്ളടത്ത് എഴുതുക? 1 ഇൻറ്റു സി എന്നുള്ളടത്ത് എന്താ എഴുതുക? -1 ബൈ 2a. 2 ഇൻറ്റു 1. ഈ 2 ഇൻറ്റു 1 ഒക്കെ 2 ആണെന്ന് അറിയാം. ഞാൻ എന്തിനാ എഴുതണമെന്ന് മനസ്സിലായില്ലേ? യെസ്. 2 മൈനസുകൾ അടുത്ത് വന്ന എന്താ? +2. +2 പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ വയസ്സ് എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ വയസ്സ് +32 പറയേണ്ട ആവശ്യമുണ്ടോ? 32 എന്ന് പറഞ്ഞാൽ മതി. പ്ലസ് ഓർ മൈനസ്. ക്ലിയർ അല്ലേ? റൂട്ട് ഓഫ് ഓക്കെ അല്ലേ? 4. ഇവിടെ ഇത് പ്ലസ് ആവും. എങ്ങനെയാണ് പ്ലസ് ആയത്? 2 മൈനസ് ഉണ്ട്. ഇവിടെ 2 മൈനസുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസും ഉണ്ട്. 2 മൈനസുകൾ ഇങ്ങനെ ഈ വരാന്തയിലൂടെ 2 മൈനസുകൾ ഇങ്ങനെ നടന്നു പോവുകയാണെന്ന് വിചാരിച്ചോ. ഇത് നെഗറ്റീവായ ഒരാള്, ഇത് നെഗറ്റീവായ ഒരാള്, ഇവര് തമ്മിൽ ജോയിൻ ചെയ്ത് ഇവരെന്താവും? പ്ലസ് ആവും. അങ്ങനെയാണ് ഇവിടെ പ്ലസ് ആയത്. റെഡിയാണോ? 4 ഇൻറ്റു 1 എത്രയാണ്? 4 ബൈ 2. മനസ്സിലായില്ലല്ലോ? +4 വന്ന മനസ്സിലായോ? മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. സോ അടുത്ത ലൈനിലെ ആൻസർ നിങ്ങൾ പറഞ്ഞ, അടുത്ത ലൈനിലെ ആൻസർ പറഞ്ഞ, അടുത്ത ലൈനിലെ ആൻസർ പറഞ്ഞ 2 പ്ലസ് ഓർ മൈനസ് 4ഉം 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 ആഡ് ചെയ്താൽ 8 ബൈ 2. ഇതുവരെ മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും റൂട്ട് 8 കണ്ടുപിടിക്കാൻ അറിയോ? റൂട്ട് 8 എത്രയെന്ന് കറക്റ്റ് നമുക്ക് അറിയൂല. അപ്പൊ അത് അങ്ങനെ തന്നെ ഇട്ടാ മതി. പ്ലസ് വെച്ചിട്ടും ചെയ്യുക, ഇത് പ്ലസ് വെച്ചിട്ടും ചെയ്യുക, മൈനസ് വെച്ചിട്ടും ചെയ്യണം. പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
പ്ലസ് വെച്ചിട്ടും ഇത് ചെയ്യണം, മൈനസ് വെച്ചിട്ടും ചെയ്യണം എന്ന് പറഞ്ഞ മനസ്സിലായില്ലല്ലോ. അതായത് പ്ലസ് മൈനസ്, പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വെച്ചിട്ടും ചെയ്യണം, മൈനസ് വെച്ചിട്ടും ചെയ്യണം. പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വെച്ചിട്ടും ചെയ്യണം, മൈനസ് വെച്ചിട്ടും ചെയ്യണം. പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വെച്ചിട്ടും ചെയ്യണം, മൈനസ് വെച്ചിട്ടും ചെയ്യണം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ക്രോസ് എക്സ് ആക്സിസ് കാണാനാണ്. ക്രോസ് എക്സ് ആക്സിസ് കാണുമ്പോ ഇതാണ് 2+a√8 എഴുതുക. രണ്ടാമത്തെ കോർഡിനേറ്റ് എന്ത് എഴുതണം? രണ്ടാമത്തത് എന്ത് എഴുതണം? 0 എന്ന് എഴുതണം. അടുത്തത് ഏതാ? ഒന്നും കൂടി ഉണ്ട്. 2-√8/2. രണ്ടാമത്തെ എന്ത് എഴുതണം? 0. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. എക്സ് ഞാൻ അതുപോലെ എഴുതി. ഈ വൈ ഇല്ലേ, രണ്ടാമത്തത് എന്ത് എഴുതണം? വൈ കോർഡിനേറ്റ് എന്ത് എഴുതണം? 0. കട്ട് എക്സ് ആക്സിസിൽ നിന്നോ ക്രോസ് എക്സ് ആക്സിസിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്ഥാപനം എന്ത് എഴുതണം? 0 എഴുതണം. ഇത് ഈ വർഷത്തെ SLC എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേഗം പഠിച്ചോളൂ.